കൂടുതലൊന്നും പറയുന്നില്ല, ഒരു അടിപൊളി കഥയിലേക്ക് കടക്കാം. കഥയുടെ തുടക്കത്തിൽ തന്നെ. ഞാൻ വിക്രം സിംഗ്, ഒരു ട്രക്ക് ഡ്രൈവറാണ്. ഞാൻ ട്രക്ക് ഓടിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 25 വർഷത്തിലധികമായി. ഇത്രയും വർഷത്തെ ഡ്രൈവിംഗ് കാരണം എനിക്ക് നല്ല അനുഭവ സമ്പത്തുണ്ട്. ട്രക്ക് ഡ്രൈവർമാരുടെ ജീവിതം അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നമുക്കൊരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. ട്രക്ക് ഓടിക്കുക എന്നാൽ സ്റ്റിയറിംഗ് പിടിക്കുക മാത്രമല്ല, അതൊരു ഉത്തരവാദിത്തമാണ്. ഞങ്ങളുടെ ഉപജീവന മാർഗമാണിത്. ഇതുകൊണ്ടാണ് ഞങ്ങളുടെ വീട്ടിലെ അടുപ്പ് നന്നായി എരിയുന്നത്. ഓരോ മനുഷ്യനും ഓരോ സ്വപ്നമുണ്ടാകും. അത് നേടാൻ വേണ്ടി അവർ കഠിനാധ്വാനം ചെയ്യും. പക്ഷേ ചിലപ്പോഴൊക്കെ ജീവിതം വഴിതിരിഞ്ഞു പോകുമ്പോൾ ആ സ്വപ്നം ഉപേക്ഷിച്ച് മറ്റൊരു വഴി തിരഞ്ഞെടുക്കേണ്ടി വരും. അതെ, എനിക്കും ഒരു സ്വപ്നമുണ്ടായിരുന്നു. നന്നായി പഠിച്ച് വലിയൊരാളാവണം, നല്ല പണമുണ്ടാക്കണം, എൻ്റെ അച്ഛനമ്മമാർക്ക് അഭിമാനമാവണം. ഞങ്ങൾ 2 മക്കളും നന്നായി പഠിച്ച് നല്ലൊരു ജീവിതം നയിക്കണമെന്ന് എൻ്റെ അച്ഛനും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ വിധിക്ക് മറ്റെന്തോ ആയിരുന്നു പ്ലാൻ. എൻ്റെ അച്ഛനും ഒരു ട്രക്ക് ഡ്രൈവറായിരുന്നു. ഒരു ദിവസം ഒരു റോഡ് അപകടത്തിൽ അദ്ദേഹം ഞങ്ങളെ വിട്ടുപോയി. ആ സമയത്ത് ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതിലും വലിയ ദുരന്തമായിരുന്നു. അച്ഛൻ്റെ വരുമാനം കൊണ്ടാണ് ഞങ്ങളുടെ വീട് കഴിഞ്ഞിരുന്നത്. എനിക്കൊരു അനിയനുണ്ട്. എൻ്റെ അമ്മയ്ക്ക് അസുഖങ്ങളുണ്ടായിരുന്നു. അച്ഛൻ പോയതോടെ വീടിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും എൻ്റെ ചുമലിലായി. അന്ന് എനിക്ക് വെറും 17 വയസ്സായിരുന്നു പ്രായം. അനിയൻ്റെ പഠിപ്പും അമ്മയുടെ മരുന്നിനുള്ള ചെലവും എങ്ങനെയെങ്കിലും ഞാൻ കണ്ടെത്തേണ്ടിയിരുന്നു. എൻ്റെ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു. വീട് നടത്താൻ എനിക്ക് ഈ ആഗ്രഹമില്ലാത്ത തീരുമാനമെടുക്കേണ്ടി വന്നു. ആദ്യത്തെ 2 വർഷം ഞാൻ ക്ലീനർ പണിയാണ് ചെയ്തത്. അതിൽ നിന്നും ചെറിയൊരു വരുമാനം കിട്ടി. ആ പണം കൊണ്ടാണ് ഞങ്ങളുടെ വീട് കഴിഞ്ഞു പോയത്. നല്ലൊരു ജീവിതം നയിക്കാനുള്ള അത്ര പണം കിട്ടിയിരുന്നില്ല. എങ്കിലും വിശപ്പടക്കാനുള്ള വകയുണ്ടായിരുന്നു. പിന്നീട് ഞാൻ ട്രക്ക് ഓടിക്കാൻ പഠിച്ചു. ഇപ്പോൾ ഞാൻ ട്രക്ക് ഓടിക്കാൻ തുടങ്ങിയിട്ട് 25 വർഷമായി. ഇന്നെൻ്റെ വീട് നന്നായി പോകുന്നുണ്ട്. ട്രക്ക് ഡ്രൈവർമാരുടെ ജീവിതത്തിൽ രാവും പകലും എന്നൊരു നിയമമില്ല. ഓർഡർ കിട്ടിയാൽ ഞങ്ങൾ സാധനം എത്തിക്കാൻ വേണ്ടി യാത്ര തുടങ്ങും. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു യാത്രയുണ്ടായിരുന്നു, അതിൻ്റെ ജീവിതം പൂർണ്ണമായും മാറ്റിമറിച്ചു. ആ രാത്രി അത്ര ഭീകരമാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഇന്നും ആ രാത്രി ഓർക്കുമ്പോൾ ആ കാഴ്ചകൾ എൻ്റെ കൺമുന്നിൽ തെളിയും. അപ്പോൾ എൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഭയം കാരണം എൻ്റെ രോമം എഴുന്നേറ്റ് നിൽക്കും. ഇന്ന് ഞാൻ ആ ദുരന്ത രാത്രിയിലെ എൻ്റെ അനുഭവമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ സംഭവം നടക്കുന്നത് ഏകദേശം 15 വർഷം മുമ്പാണ്. അന്ന് എനിക്കൊരു സാധനം ഡെലിവറി ചെയ്യാൻ പോകേണ്ടിയിരുന്നു. ഇത്തവണ ഒരു ഗ്രാമത്തിലെ ഗോഡൌണിലേക്കാണ് സാധനം എത്തിക്കേണ്ടിയിരുന്നത്. ആ ഗ്രാമം നഗരത്തിൽ നിന്നും വളരെ ദൂരെയാണ്. ഏകദേശം 7 മുതൽ 8 മണിക്കൂർ വരെ യാത്ര ചെയ്യണമായിരുന്നു. അതുവരെ ഞാൻ ഒരിക്കലും ആ വഴി പോയിട്ടില്ല. ആദ്യമായിട്ടാണ് ആ ദിശയിലേക്ക് പോകാൻ പോകുന്നത്. ആ സമയത്ത് എൻ്റെ കൂടെ ക്ലീനർ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ മിക്കപ്പോഴും ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യാറുള്ളത്. ചില സ്ഥലങ്ങളിൽ ക്ലീനറെ ആവശ്യമുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതാണ് ഇഷ്ടം. ട്രക്കിൽ റേഡിയോ ഓൺ ചെയ്ത് പാട്ടുകൾ ആസ്വദിക്കുക, എന്നിട്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര തുടരുക. അതായിരുന്നു എൻ്റെ രീതി. അങ്ങനെ ആ ഗ്രാമത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ട്രക്കിൽ സാധനങ്ങൾ കയറ്റി. എന്നിട്ട് ഉച്ചഭക്ഷണം കഴിച്ചു. സാധനങ്ങൾ കയറ്റി കഴിഞ്ഞപ്പോൾ സമയം ഉച്ചയ്ക്ക് 2 മണിയായി. ഞാൻ എന്തായാലും കുറച്ച് വൈകിപ്പോയിരുന്നു. അതിനു മുമ്പ് നഗരത്തിലെ ഒരു സ്ഥലത്ത് സാധനം ഡെലിവറി ചെയ്യാൻ പോയതുകൊണ്ടാണ് എനിക്ക് വൈകേണ്ടി വന്നത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞങ്ങൾ ട്രക്ക് ഡ്രൈവർമാർക്ക് സമയനിഷ്ഠയില്ല. ഓർഡർ കിട്ടിയാൽ ഡെലിവറിക്ക് പോകണം. ഉച്ചയ്ക്ക് 2 മണിയോടെ സാധനങ്ങൾ കൃത്യമായി കയറ്റി. അതിനുശേഷം ഞാൻ ട്രക്കിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം പൂർത്തിയാക്കി സാധനം ഡെലിവറി ചെയ്യാൻ ട്രക്കിൽ കയറി. ഏകദേശം വൈകുന്നേരം 4 മണിയോടെ ഞാൻ ട്രക്ക് എടുത്ത് എൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര തിരിച്ചു. പക്ഷെ ഇന്ന് ഞാൻ പോകുന്ന ദിശയിൽ എനിക്കൊരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു എന്നതിനെക്കുറിച്ച് എനിക്കൊരു സൂചനയും ഉണ്ടായിരുന്നില്ല. കുറച്ചു ദൂരം യാത്ര ചെയ്ത ശേഷം ഞാൻ നഗരത്തിൻ്റെ അതിർത്തി കടന്നു. സത്യം പറഞ്ഞാൽ അന്ന് യാത്ര ചെയ്യാൻ എനിക്ക് നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ട്രക്കിൽ റേഡിയോ ഓൺ ചെയ്ത് പാട്ടുകൾ ആസ്വദിച്ചു. എല്ലാം എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കുന്നത് പോലെ തോന്നി. പക്ഷെ അപ്പോഴാണ് എൻ്റെ ട്രക്കിൻ്റെ ഹെഡ്ലൈറ്റുകൾ കുറച്ച് ദിവസമായി ചില പ്രശ്നങ്ങളുള്ള കാര്യം ഞാൻ ഓർക്കുന്നത്. രാത്രിയിൽ പല സ്ഥലങ്ങളിലും അതിൻ്റെ വെളിച്ചം വളരെ കുറവായിരുന്നു. അത് കാരണം മുന്നോട്ടുള്ള വഴി കാണാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ആലോചിച്ചു, ഇന്ന് എനിക്കൊരു ഗ്രാമത്തിലെ ഗോഡൌണിലേക്കാണ് സാധനം കൊണ്ടുപോകേണ്ടത്. അവിടുത്തെ റോഡ് എങ്ങനെയായിരിക്കുമെന്ന് അറിയില്ല. ഈ ഹെഡ്ലൈറ്റുകൾ വഴിയിൽ വെച്ച് പണി തന്നാൽ അതെനിക്ക് വലിയ ബുദ്ധിമുട്ടാകും. ഇപ്പോൾ വെളിച്ചമുണ്ട്, കുഴപ്പമില്ല. പക്ഷേ രാത്രിയായാൽ പ്രശ്നങ്ങൾ കൂടും. ഇത് മനസ്സിൽ വന്നപ്പോൾ ഞാൻ ആദ്യം ഒരു മെക്കാനിക്കിനെ അന്വേഷിക്കാൻ തീരുമാനിച്ചു. എൻ്റെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന ഒരാളെ. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഞാനൊരു വർക്ക്ഷോപ്പ് കണ്ടു. അവിടെ നിന്നും എനിക്ക് സഹായം കിട്ടുമെന്നൊരു പ്രതീക്ഷ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ ആ ട്രക്ക് വർക്ക്ഷോപ്പിലേക്ക് തിരിച്ചു.
എൻ്റെ ഊഹം ശരിയായിരുന്നു. അവിടെ എനിക്കൊരു മെക്കാനിക്കിനെ കിട്ടി. അദ്ദേഹം എൻ്റെ ട്രക്കിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ പ്രശ്നം പരിഹരിച്ചു. അവിടെ കുറച്ചു നേരം നിന്ന ശേഷം ഞാൻ വീണ്ടും യാത്ര തുടർന്നു. ഇത്തവണ എൻ്റെ മനസ്സിലൊരു സമാധാനമുണ്ടായിരുന്നു. കാരണം ഈ ഹെഡ്ലൈറ്റ് പ്രശ്നം തീർന്നു കിട്ടിയല്ലോ. ദിവസവും ഇത് വഴിയിൽ എപ്പോൾ പണി തരുമെന്ന ചിന്തയിലായിരുന്നു ഞാൻ. ഈ ചിന്തയോടെ ഞാൻ ലക്ഷ്യസ്ഥാനത്തേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. കുറേ ദൂരം യാത്ര ചെയ്തപ്പോൾ സന്ധ്യയായി. എത്രയും പെട്ടെന്ന് ഗ്രാമത്തിലെത്തണമെന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം. പക്ഷേ ഗ്രാമം ഇപ്പോഴും വളരെ ദൂരെയാണ്. അവിടെ എത്തുമ്പോഴേക്കും രാത്രി ഒരുപാട് വൈകും. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ രാത്രിയായി. ഇത്രയും ദൂരം യാത്ര ചെയ്തതിനാൽ എനിക്ക് നല്ല വിശപ്പ് തോന്നിയിരുന്നു. ആദ്യം വിശപ്പ് മാറ്റാമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഞാൻ പോകുന്ന ഗ്രാമത്തിലേക്കുള്ള റോഡിൽ എനിക്കൊരു ചെറുകട കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് ഈ ഹൈവേയിലുള്ളപ്പോൾ ഏതെങ്കിലും ധാബയിൽ കയറി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചത്. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. വിശന്നിരിക്കുമ്പോൾ ട്രക്ക് ഓടിക്കാൻ പ്രയാസമാണ്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് വിശപ്പ് സഹിക്കാൻ കഴിയില്ല. യാത്രക്കിടയിൽ ഞാൻ എന്തെങ്കിലും കഴിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഇന്ന് സാധനമെടുക്കാൻ നഗരത്തിൽ ഇറങ്ങിയ ശേഷം ഞാനൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. പുറപ്പെടുന്നതിന് മുമ്പ് ഭക്ഷണം കഴിച്ചതാണ്. പക്ഷെ ഇപ്പോൾ സമയം രാത്രി 8 മണിയാകാറായി. അപ്പോഴാണ് എനിക്ക് വിശപ്പ് തോന്നിയത്. കുറച്ചുകൂടി മുന്നോട്ട് ട്രക്ക് ഓടിച്ചപ്പോൾ ഞാനൊരു ഢാബ കണ്ടു. അത് കണ്ടപ്പോൾ എൻ്റെ വിശപ്പ് കൂടുകയാണുണ്ടായത്. ഞാൻ എൻ്റെ ട്രക്ക് ആ ഢാബയുടെ പാർക്കിങ്ങിലേക്ക് ഇട്ടു. അതിനുശേഷം ട്രക്കിൽ നിന്നിറങ്ങി ഢാബയിലേക്ക് പോയി. ഞാനല്ലാതെ വേറെയും ആളുകൾ അവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. അവരിൽ പലരും എന്നെപ്പോലെ ട്രക്ക് ഡ്രൈവർമാരും ചില യാത്രക്കാരുമായിരുന്നു. ഞാൻ ഭക്ഷണത്തിന് ഓർഡർ കൊടുത്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഭക്ഷണം വന്നു. ഭക്ഷണം ശരിക്കും നല്ല രുചിയുള്ളതായിരുന്നു. അത് വിശപ്പ് കാരണം എനിക്ക് അങ്ങനെ തോന്നിയതാണോ അതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ സമയത്ത് ഭക്ഷണം നല്ല രുചിയുള്ളതായി എനിക്ക് തോന്നി. ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ എൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ചേട്ടാ, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? അയാളുടെ ചോദ്യം കേട്ട് ഞാൻ ആദ്യം വിചാരിച്ചു ഇയാൾ ഢാബയിൽ ജോലി ചെയ്യുന്ന ആളായിരിക്കുമെന്ന്. പക്ഷേ പിന്നെ അയാളുടെ ചോദ്യത്തിന് മറുപടി നൽകി എൻ്റെ ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. എൻ്റെ മറുപടി കേട്ടപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ചേട്ടൻ്റെ പേഴ്സ് എവിടെയോ പോയി. അതിൽ കുറച്ച് പണമുണ്ടായിരുന്നു, അതും പോയി. ഞാൻ വീട്ടിലേക്ക് പോവുകയായിരുന്നു. പക്ഷേ പണമില്ലാത്തത് കൊണ്ട് വണ്ടി ഡ്രൈവർ എന്നെ ഈ വഴിയിൽ ഇറക്കി വിട്ടു. ഞാൻ വളരെ ബുദ്ധിമുട്ടിലാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. വീട്ടിൽ എൻ്റെ ഭാര്യയും കുട്ടികളും എന്നെ ഓർത്ത് വിഷമിക്കുന്നുണ്ടാവും. നിങ്ങൾക്കെന്നെ കുറച്ച് മുമ്പോട്ട് വരെ ലിഫ്റ്റ് തരാൻ കഴിയുമെങ്കിൽ വലിയ ഉപകാരമാകും. ഞാൻ പലരോടും ലിഫ്റ്റ് ചോദിച്ചു. പക്ഷെ ആരും എനിക്ക് ലിഫ്റ്റ് തന്നില്ല. ഒരുപാട് ദൂരം നടന്നിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. ഒരുപാട് നേരം നടന്നത് കാരണം ഞാൻ ക്ഷീണിച്ചു. നിങ്ങൾക്കെന്നെ ലിഫ്റ്റ് തരാൻ കഴിയുമെങ്കിൽ അതൊരു വലിയ സഹായമാകും. ആ മനുഷ്യൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് അയാളോട് സഹതാപം തോന്നി. ഞാൻ അയാളോട് പറഞ്ഞു, സാരമില്ല, നിങ്ങൾ വിഷമിക്കണ്ട. ഞാൻ തീർച്ചയായും നിങ്ങളെ സഹായിക്കാം. നിങ്ങൾക്ക് പോകേണ്ട സ്ഥലം വരെ എൻ്റെ കൂടെ വരാം. എൻ്റെ മറുപടി കേട്ട് അയാൾക്ക് സന്തോഷമായി. അതിനുശേഷം ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ ഫുഡ് വല്ലതും കഴിച്ചോ? അത് കേട്ട് അയാൾ എന്നോട് പറഞ്ഞു, വേണ്ട ചേട്ടാ, എന്നെ എൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചാൽ മതി, അതാണ് എനിക്ക് വലുത്. ആ മനുഷ്യൻ്റെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. ഞാൻ ആദ്യം അയാളെ ധാബയിൽ നിന്നും ഭക്ഷണം കഴിപ്പിച്ചു. വേണ്ട എന്ന് പറഞ്ഞ അയാൾ എതിർത്തെങ്കിലും അയാളുടെ അവസ്ഥ കണ്ടാൽ അറിയാമായിരുന്നു അയാൾക്ക് നല്ല വിശപ്പുണ്ടെന്ന്. ഫുഡ് കഴിച്ച ശേഷം ഞാനും ആ മനുഷ്യനും ട്രക്കിൽ കയറി. എന്നിട്ട് ഞാൻ ട്രക്ക് മുന്നോട്ടെടുത്തു. ട്രക്കിൽ കയറിയ ശേഷം അയാൾ കുറേ നേരം ഒന്നും മിണ്ടാതെ ഇരുന്നു. ഞാൻ തന്നെ അയാളോട് ചോദിച്ചു, എന്തു പറ്റി? നിങ്ങളെന്താ ഇങ്ങനെ നിശബ്ദനായിരിക്കുന്നത്? എൻ്റെ ചോദ്യം കേട്ട അയാൾ എന്നോട് പറഞ്ഞു, ഒന്നുമില്ല ചേട്ടാ, ഇന്ന് നിങ്ങളെ എനിക്ക് കിട്ടിയതെൻ്റെ ഭാഗ്യം. നിങ്ങളെനിക്ക് ലിഫ്റ്റ് തന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് രാത്രി ഈ റോഡരികിൽ കിടക്കേണ്ടി വന്നേനെ. അത് കേട്ട് ഞാൻ അയാളോട് പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, ഞാൻ നിങ്ങളെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ മറ്റൊരാൾ സഹായിച്ചേനെ. എൻ്റെ മറുപടി കേട്ട് അയാൾ പറഞ്ഞു, ചേട്ടാ, നിങ്ങൾ വളരെ നല്ല മനുഷ്യനാണ്. ദൈവം നിങ്ങളെ എപ്പോഴും രക്ഷിക്കട്ടെ. ആ മനുഷ്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ അയാൾക്ക് ഏകദേശം മധ്യവയസ്സായിരുന്നു. അയാളുടെ കണ്ണുകളിൽ കണ്ണീരുണ്ടായിരുന്നു. കാണാൻ പാവപ്പെട്ട ഒരാളായി തോന്നി. അതിനുശേഷം ഞാൻ അയാളോട് ചോദിച്ചു, അതെ, നിങ്ങൾക്ക് എവിടെ വരെയാണ് പോകേണ്ടത്? അത് കേട്ട് അയാൾ എന്നോട് പറഞ്ഞു, ഇവിടെ നിന്നും 10 കിലോമീറ്റർ ദൂരെയുള്ളൊരു ഗ്രാമത്തിലാണ് എൻ്റെ വീട്. അവിടെ വരെ പോയാൽ മതി. എന്തോ എനിക്കും ആ വഴി തന്നെയാണ് പോകേണ്ടിയിരുന്നത്. അതിനുശേഷം അയാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ ട്രക്ക് എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? ഞാൻ ആ ഗ്രാമത്തിൻ്റെ പേര് പറഞ്ഞു. എന്നിട്ട് അയാളോട് ചോദിച്ചു, ചേട്ടാ, നിങ്ങൾ ഈ പ്രദേശത്തുള്ള ആളല്ലേ? നിങ്ങൾക്ക് ആ ഗ്രാമത്തെക്കുറിച്ച് അറിയാമായിരിക്കുമല്ലോ. എനിക്കിനിയും അവിടെ എത്താൻ എത്ര സമയമെടുക്കുമെന്ന് പറയാമോ? എൻ്റെ ചോദ്യം കേട്ട അയാൾ എന്നോട് പറഞ്ഞു, അതെ, എനിക്ക് ഈ ഗ്രാമത്തെപ്പറ്റി അറിയാം. അവിടെ എത്താൻ ഏകദേശം 2 മണിക്കൂർ കൂടി യാത്ര ചെയ്യണം. അയാൾ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ ആ ഗ്രാമം ഇപ്പോഴും ദൂരെയാണല്ലോ. വേറെ ഏതെങ്കിലും വഴിയില്ലേ കുറച്ചുകൂടി വേഗത്തിൽ അവിടെ എത്താൻ? എൻ്റെ ചോദ്യം കേട്ട അയാൾ പറഞ്ഞു, നോക്കൂ ചേട്ടാ, ഒരു വഴിയുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളോട് ആ വഴിയെക്കുറിച്ച് പറയില്ല. അയാളുടെ ഈ വാക്കുകൾ കേട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു,
നിങ്ങളെന്താ ഇങ്ങനെ പറയുന്നേ? ആ വഴിയെക്കുറിച്ച് നിങ്ങളെന്താ എന്നോട് പറയാത്തെ? അത് കേട്ട് അയാൾ പറഞ്ഞു, ചേട്ടാ നോക്കൂ, നിങ്ങളൊരു നല്ല മനുഷ്യനാണ്. നിങ്ങൾ എന്തെങ്കിലും അപകടത്തിൽപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അയാളുടെ ഈ വാക്കുകൾ കേട്ട് ഞാൻ ചോദിച്ചു, എന്ത് അപകടമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്റെ ചോദ്യത്തിന് മറുപടിയായി അയാൾ പറഞ്ഞു, നോക്കൂ, ചിലപ്പോൾ കുറുക്കുവഴി തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ നല്ലത് ദൂരമുള്ള വഴിയെ പോകുന്നതാണ്. അതാണ് എല്ലാവർക്കും നല്ലത്. ആ വഴി കുറുക്കുവഴിയാണെങ്കിലും അവിടെ പല ആളുകൾക്കും അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ മനുഷ്യന്റെ വാക്കുകൾ കേട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ഈ കാലത്ത് അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇത് വെറും കെട്ടുകഥകളാണ്. ഇതിനൊന്നും ഒരർത്ഥവുമില്ല. അവിടെ പോകാൻ ഒരു കുറുക്കുവഴി ഉണ്ടെങ്കിൽ അത് ദൂരം കുറയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കിയതായിരിക്കും. അങ്ങനെയൊന്നും ഉണ്ടാകില്ല. എന്തായാലും അതൊക്കെ വിട്. നിങ്ങൾ എനിക്ക് ആ വഴിയൊന്ന് പറഞ്ഞു തരൂ. ഒന്നാമതേ ഞാൻ വഴുകി. നിങ്ങൾ ആ വഴി എനിക്ക് പറഞ്ഞു തരികയാണെങ്കിൽ പെട്ടെന്ന് ഞാൻ അവിടെ എത്തും. പിന്നെ ഞാൻ ഈ പ്രേതങ്ങളിലൊന്നും വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ എനിക്ക് വെറും കെട്ടുകഥകളായത്. ഇങ്ങനെയുള്ള കഥകൾ പ്രചരിക്കുന്ന ഒരുപാട് വഴികളുണ്ട്. ഇതും അതിലൊന്നായിരിക്കുമെന്നായിരുന്നു എൻ്റെ ചിന്ത. എൻ്റെ വാക്കുകൾ കേട്ട് അയാൾ പറഞ്ഞു, നോക്കൂ ചേട്ടാ, ആ വഴി പോകാൻ നിർബന്ധം പിടിക്കരുത്. ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. നിങ്ങൾ പോകുന്ന വഴിയിൽ തന്നെ പോവുക. അതാണ് നിങ്ങൾക്ക് നല്ലത്. ആ മനുഷ്യന്റെ വാക്ക് കേട്ട് ഞാൻ പറഞ്ഞു, നോക്കൂ, ഞാൻ നിങ്ങളെ എങ്ങനെ സഹായിച്ചോ അതുപോലെ ആ വഴി പറഞ്ഞു തന്ന് നിങ്ങൾ എന്നെ സഹായിക്കൂ. ഞാൻ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ അയാൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് അയാൾ പറഞ്ഞു, നിങ്ങൾ നല്ല വാശിക്കാരനാണ്. ആ വഴിയെക്കുറിച്ച് പറഞ്ഞത് എൻ്റെ തെറ്റായിപ്പോയി. ഞാൻ നിങ്ങളോട് ആ വഴിയെക്കുറിച്ച് പറയാനേ പാടില്ലായിരുന്നു. എന്തായാലും കുറച്ചു നേരം ആലോചിച്ച ശേഷം ഞാൻ എൻ്റെ ട്രക്ക് ആ വഴിയിലേക്ക് തിരിച്ചു. ലക്ഷ്യസ്ഥാനത്ത് ഞാൻ യാത്ര തുടർന്നു. പക്ഷെ എൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് എനിക്കൊരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്തൊരു കാര്യത്തെ നേരിടേണ്ടി വരുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ആ വഴിയിലേക്ക് മുന്നോട്ട് പോയപ്പോൾ എനിക്ക് മനസ്സിലായി, ആ വഴി തീർത്തും വിജനമാണ്. എൻ്റെ ട്രക്കല്ലാതെ മറ്റൊരു വണ്ടികളൊന്നും ആ റോഡിൽ ഞാൻ കണ്ടില്ല. ഇരുട്ട് പൂർണ്ണമായും വ്യാപിച്ചിരുന്നു. എൻ്റെ ട്രക്കിന്റെ ഹെഡ്ലൈറ്റ് തരുന്ന വെളിച്ചം മാത്രമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. സത്യം പറഞ്ഞാൽ ആ അന്തരീക്ഷം വളരെ ഭീകരമായിരുന്നു. കുറച്ചു നേരം ട്രക്ക് ഓടിച്ചപ്പോൾ എൻ്റെ ഹൃദയം അസ്വസ്ഥമായി തുടങ്ങി. ഞാൻ ആലോചിച്ചു, ഈ വഴിക്ക് വന്നത് ഒരു തെറ്റായിരുന്നോ? കാരണം എൻ്റെ മനസ്സിൽ എന്തോ വിഷമം വന്ന സമയം ഞാൻ കാടിന്റെ നടുവിലൂടെയായിരുന്നു ട്രക്ക് ഓടിച്ചിരുന്നത്. റോഡിന്റെ രണ്ട് ഭാഗത്തും നല്ല നിബിഡമായ കാടായിരുന്നു. ആ കാട് കണ്ടപ്പോൾ എൻ്റെ അസ്വസ്ഥത കൂടി വന്നു. ഈ കാട്ടിൽ എവിടെയെങ്കിലും കൊള്ളക്കാർ ഒളിച്ചിരിക്കുന്നുണ്ടാകുമോ? അവസരം നോക്കി അവരെന്നെ ആക്രമിക്കുമോ? കാരണം ഞാൻ ലിഫ്റ്റ് കൊടുത്ത മനുഷ്യൻ എന്നോട് പറഞ്ഞിരുന്നു, എന്നെപ്പോലെ ഒരുപാട് ട്രക്ക് ഡ്രൈവർമാർ ആ വഴിയിൽ അപകടത്തിൽ പെട്ടിട്ടുണ്ടെന്ന്. ഒരുപക്ഷെ അവരെ അപകടപ്പെടുത്തിയത് ഈ കൊള്ളക്കാരായിരിക്കും. എന്നിട്ട് ആളുകൾ അതിന് പ്രേതങ്ങളുടെ പേരുമിട്ടതായിരിക്കാം. അതുകൊണ്ടായിരിക്കാം രാത്രിയിൽ ആരും ഇങ്ങോട്ട് വരാത്തത്. കൂട്ടുകാരെ, ഈ സമയത്ത് എൻ്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു. ഒരു നിമിഷം എൻ്റെ ട്രക്ക് തിരികെ എടുക്കണമെന്ന് തോന്നി. പിന്നെ വിചാരിച്ച് ഈ വഴിയിലൂടെ ലക്ഷ്യത്തിലെത്തണമെന്ന് ഞാൻ തീരുമാനിച്ചു. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഞാനൊരു പാലത്തിലെത്തി. അതെ, ഒരു പാലത്തിൽ. ഒരു പുഴയ്ക്ക് മുകളിലായിരുന്നു ആ പാലം. ആ പുഴ നല്ല ആഴമുള്ളതാണ്. ആ പാലം കടന്നാൽ മാത്രമേ എനിക്ക് റോഡിന്റെ അടുത്ത ഭാഗത്ത് എത്താൻ കഴിയൂ. ഞാൻ ട്രക്ക് പാലത്തിലേക്ക് കയറ്റിയപ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു. അത് കണ്ടിട്ട് എനിക്ക് എന്തോ വിചിത്രമായി തോന്നി. ഞാൻ എൻ്റെ ട്രക്കിന്റെ സ്പീഡ് മെല്ലെ കുറച്ചു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനായിരിക്കുമെന്ന്. ഞാൻ അവിടെ കണ്ടത് ഒരു സ്ത്രീ വളരെ വേഗത്തിൽ എൻ്റെ ട്രക്കിന്റെ അടുത്തേക്ക് ഓടി വരുന്നു. അവരുടെ കൂടെ ഏകദേശം 10 വയസ്സുള്ള ഒരു ചെറിയ കുട്ടിയും ഉണ്ടായിരുന്നു. ആ കുട്ടിയും ആ സ്ത്രീയുടെ പിന്നാലെ ഓടുകയാണ്. ആ സ്ത്രീയും കുട്ടിയും റോഡിന്റെ നടുവിലൂടെ എൻ്റെ ട്രക്കിന്റെ അടുത്തേക്ക് ഓടി വരുന്നത് കണ്ടപ്പോൾ ഞാൻ ആദ്യം ട്രക്കിന്റെ സ്പീഡ് കുറച്ചു. കാരണം ആ സ്ത്രീയും കുട്ടിയും എൻ്റെ ട്രക്കിന്റെ അടിയിൽ പെട്ടുപോകരുതെന്ന് ഞാൻ കരുതി. പല സ്ഥലങ്ങളിലും ആളുകൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ട്രക്കിന്റെ മുമ്പിൽ ചാടാറുണ്ട്. എനിക്ക് ഈ സ്ത്രീയെ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നിയത്. ആ സ്ത്രീ എൻ്റെ ട്രക്കിനോടടുത്തപ്പോൾ ഞാൻ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി ട്രക്ക് നിർത്തി. എൻ്റെ ട്രക്ക് നിന്നതും ആ സ്ത്രീ കുറച്ചു മാറി പാലത്തിൽ നിന്നും താഴേക്ക് പുഴയിലേക്ക് എടുത്തു ചാടി. ഇത് സംഭവിച്ചപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിചിത്രമായ അനുഭവം ഉണ്ടായി. സത്യം പറഞ്ഞാൽ ഞാൻ ഭയന്ന് വിറച്ചു. എൻ്റെ ഊഹം ശരിയായിരുന്നു. ആ സ്ത്രീ ശരിക്കും ആത്മഹത്യ ചെയ്യാൻ വന്നതായിരുന്നു. ഒരുപക്ഷെ ആദ്യം എൻ്റെ ട്രക്കിന്റെ അടിയിൽ ചാടാനായിരിക്കും അവർ പ്ലാൻ ചെയ്തത്. പക്ഷേ ഞാൻ ട്രക്ക് നിർത്തുന്നത് കണ്ടപ്പോൾ അവർ പാലത്തിൽ നിന്നും താഴേക്ക് ചാടി. ഇതെല്ലാം വളരെ പെട്ടെന്നാണ് നടന്നത്. എനിക്കൊന്നും മനസ്സിലായില്ല. ആ സ്ത്രീ പുഴയിലേക്ക് ചാടിയപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടി പാലത്തിന്റെ അടുത്ത് നിന്നും ഉറക്കെ കരയുന്നുണ്ടായിരുന്നു. ആ കുട്ടി കരയുന്നത് കണ്ടപ്പോൾ ഞാൻ ആദ്യം ട്രക്കിൽ നിന്നും താഴെ ഇറങ്ങി ആ കുട്ടിയുടെ അടുത്തേക്ക് പോയി. ആ കുട്ടി ഉറക്കെ കരയുകയും അലറുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കുട്ടിയുടെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. അതിനുശേഷം ഞാൻ പെട്ടെന്ന് പാലത്തിൽ നിന്നും താഴേക്ക് നോക്കി. അപ്പോൾ കണ്ടത് ആ സ്ത്രീ 2 കൈകളും മുകളിലേക്ക് ഉയർത്തി പുഴയിൽ മുങ്ങിത്താഴുന്നതാണ്. ആ സ്ത്രീ പുഴയിൽ മുങ്ങിത്താഴുന്നത് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല.
അവരെ രക്ഷിക്കാൻ വേണ്ടി ഞാനും പാലത്തിൽ നിന്നും താഴേക്ക് പുഴയിലേക്ക് ചാടി. എനിക്ക് നീന്താൻ അറിയാമായിരുന്നു, അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞാൻ പുഴയിലെത്തിയുടൻ ആ സ്ത്രീയെ രക്ഷിക്കാൻ മുന്നോട്ട് നീങ്ങി. പുഴയിലെ ഒഴുക്ക് വളരെ ശക്തമായിരുന്നു. വെള്ളം വളരെ തണുപ്പായിരുന്നു. കുറച്ചുകൂടി ആ വെള്ളത്തിൽ നിന്നാൽ എൻ്റെ രക്തം ഉറച്ചു പോകുമെന്ന് എനിക്ക് തോന്നി. ആ സ്ത്രീയെ ഞാൻ വെള്ളത്തിൽ നിന്നും ഒരുപാട് തിരഞ്ഞു, പക്ഷെ അവരെ എവിടെയും കണ്ടില്ല. ഒരുപാട് നോക്കിയ ശേഷം ഞാൻ ആ സ്ത്രീയെ കാണാതിരുന്നപ്പോൾ ഞാൻ വെള്ളത്തിൽ നിന്നും പുറത്തു വരാൻ തീരുമാനിച്ചു. കാരണം എനിക്ക് ഉറപ്പായി ആ സ്ത്രീ തീർച്ചയായും ഈ വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ടുണ്ടാകും. മുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും കണ്ടേനെ. പക്ഷെ വെള്ളത്തിൻ്റെ ഒഴുക്ക് കാരണം അവരെ വളരെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടാകും. അതുമല്ലെങ്കിൽ വെള്ളം തണുപ്പായിരുന്നതുകൊണ്ട് അവർ ബോധരഹിതയായി മുങ്ങിപ്പോയതാകും. ഈ ചിന്തയോടെ ഞാൻ കരയിലേക്ക് വന്നു. പക്ഷേ കരയിലെത്തിയ ഞാൻ കണ്ട കാഴ്ചയിൽ എൻ്റെ കണ്ണുകൾ തള്ളിപ്പോയി. ഞാനിപ്പോൾ എന്താണ് കണ്ടതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആ പുഴയുടെ കരയിലെത്തിയ ഉടൻ ഒരു വലിയ കല്ലിൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് കണ്ടു. അവരുടെ വസ്ത്രവും മുടിയും നനഞ്ഞിരിക്കുന്നു. അവരുടെ മുടി മുഖം മറച്ചിരിക്കുന്നു. ആ സ്ത്രീ കല്ലിലിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിചിത്രമായ അനുഭവമുണ്ടായി. സത്യം പറഞ്ഞാൽ ആദ്യ കാഴ്ചയിൽ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. അവരുടെ വേഷം കണ്ടപ്പോൾ പുഴയിലേക്ക് ചാടി അതേ സ്ത്രീയാണെന്ന് എനിക്ക് തോന്നി. ആ സ്ത്രീ കല്ലിലിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. കാരണം നീന്താൻ അറിയാമെങ്കിൽ എന്തിനാണ് അവർ ഈ പുഴയിലേക്ക് ചാടിയത്? ഞാൻ അവരെ വെള്ളത്തിൽ തിരയുമ്പോൾ ഒരുപാട് വിളിച്ചിരുന്നു, പക്ഷെ എൻ്റെ വിളികൾക്കൊന്നും അവർ മറുപടി തന്നില്ല. ഇപ്പോൾ അവർ വളരെ സമാധാനത്തോടെ കല്ലിലേക്ക് ഇരിക്കുന്നു. അതിനുശേഷം ഞാൻ ആ സ്ത്രീയുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, അല്ല, നിങ്ങൾക്ക് ഭ്രാന്താണോ? എന്തിനാണ് നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്? നിങ്ങളുടേതല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ കാര്യമെങ്കിലും ആലോചിക്കണ്ടേ? ആ പാവം കുട്ടി പാലത്തിൽ നിന്നും ഉറക്കെ കരയുന്നുണ്ട്. നിങ്ങൾക്ക് നീന്താൻ അറിയാമെങ്കിൽ എന്തിനാണ് ഈ പുഴയിലേക്ക് ചാടിയത്? നിങ്ങൾ കാരണം എൻ്റെ വസ്ത്രം വരെ നനഞ്ഞു. നിങ്ങൾ ഇവിടെയുണ്ടെന്ന ഒരു മറുപടിയെങ്കിലും തരാമായിരുന്നല്ലോ. നിങ്ങളുടെ കുടുംബം എവിടെയാണ്? ഈ വിജനമായ സ്ഥലത്ത് ഈ രാത്രിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അല്ല, ഞാനീ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? ഞാൻ ഇത്രയധികം സംസാരിച്ചിട്ടും ആ സ്ത്രീ ആ കല്ലിൽ അനങ്ങാതെ ഇരുന്നു. അവരെൻ്റെ ഒരു വാക്കിന് പോലും മറുപടി തന്നില്ല. അത് കണ്ടപ്പോൾ എനിക്ക് വീണ്ടും ദേഷ്യം വന്നു. കാരണം അവരുടെ പേരിൽ എനിക്ക് ഒരുപാട് സമയം വൈകി. അതിനുശേഷം ഞാൻ ആ സ്ത്രീയുടെ കുറച്ചുകൂടി അടുത്തുപോയി. എൻ്റെ കൈ അവരുടെ തോളിൽ വെച്ച് ചോദിച്ചു, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? ഞാൻ എൻ്റെ കൈ അവരുടെ തോളിൽ വെച്ചതും പെട്ടെന്ന് ആ സ്ത്രീയുടെ വായിൽ നിന്നും ഒരലർച്ച കേട്ടു. ആ അലർച്ച കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ കൈ അവരുടെ തോളിൽ നിന്നും എടുത്തു മാറ്റി. എന്നിട്ട് കുറച്ച് പിന്നോട്ട് മാറി. അവർ അലറുന്നത് കേട്ട് ഞാൻ വിറച്ചു പോയിരുന്നു. ഭയം കാരണം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? എൻ്റെ ചോദ്യം കേട്ട് അവർ വീണ്ടും അലറി. എന്നിട്ട് മുഖം കുറച്ച് മുകളിലേക്ക് ഉയർത്തി. ആ സ്ത്രീ മുഖം കുറച്ച് മുകളിലേക്ക് ഉയർത്തിയപ്പോൾ മുഖം മറച്ചിരുന്ന മുടി കുറച്ചു മാറി. അപ്പോൾ എൻ്റെ കണ്ണ് അവരുടെ കണ്ണുകളിലേക്ക് പോയി. എൻ്റെ കണ്ണ് അവരുടെ കണ്ണുകളിൽ ഉടക്കിയപ്പോൾ എൻ്റെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോയതുപോലെയാണ് എനിക്ക് തോന്നിയത്. അവരുടെ കണ്ണുകൾ പൂർണ്ണമായും വെള്ളയായിരുന്നു. കൺപോളകൾ ഉണ്ടായിരുന്നില്ല. അവരുടെ ഈ കണ്ണുകൾ കണ്ടപ്പോൾ എനിക്ക് പൂർണ്ണമായും ഉറപ്പായി, ഈ സ്ത്രീ ഒരു സാധാരണ മനുഷ്യ സ്ത്രീ ആയിരിക്കില്ല. ഇത് തീർച്ചയായും ഒരു ദുരാത്മാവാണ്. ഇവിടെ നിന്നും രക്ഷപ്പെടാൻ ഇനി എളുപ്പമല്ല. ആ സ്ത്രീ അലറുന്നതും അവരുടെ കണ്ണുകളും കണ്ടപ്പോൾ എൻ്റെ അപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. എൻ്റെ ഹൃദയം വളരെ വേഗത്തിലിടിച്ചു. ഭയം കാരണം അതിപ്പോൾ പൊട്ടിപ്പോകുമെന്ന് വരെ എനിക്ക് തോന്നി. ആ കാഴ്ച കണ്ടപ്പോൾ എൻ്റെ അവസ്ഥ വളരെ മോശമായി. കുറച്ചു നേരം എനിക്കൊന്നും ചിന്തിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഒരിക്കലും പ്രേതങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് വിശ്വസിച്ചിരുന്ന എൻ്റെ വിശ്വാസത്തെയാണ് തകർത്തത്. പക്ഷെ ഇന്ന് എൻ്റെ കൂടെ സംഭവിച്ച കാര്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് പൂർണ്ണമായും മനസ്സിലായി, ഇത്തരം ദുർശക്തികൾ ഈ ലോകത്തുണ്ടാവുമെന്ന്. ഞാൻ എന്നെ തന്നെ പിന്നോട്ട് തള്ളി എത്രയും വേഗം അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ എൻ്റെ ശ്രമങ്ങൾ ഫലവത്തായില്ല. കാരണം എത്ര ഓടാൻ ശ്രമിച്ചിട്ടും ഞാൻ വീണ്ടും വീണ്ടും വീഴുകയായിരുന്നു. എൻ്റെ കാലുകൾ ആരോ അദൃശ്യമായ ഒരു ശക്തി കൊണ്ട് പിടിച്ചു വച്ചിരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ ഉറക്കെ അലറി നിലവിളിച്ചു. പക്ഷെ എൻ്റെ ജീവൻ രക്ഷിക്കാൻ ഒരു വഴിയും കണ്ടില്ല. അപ്പോഴാണ് എനിക്ക് ഹനുമാനെ ഓർമ്മ വന്നത്. ഞാൻ ഉറക്കെ ഹനുമാന്റെ നാമം ജപിക്കാൻ തുടങ്ങി. എനിക്ക് ഹനുമാൻ ചാലീസ അറിയില്ലായിരുന്നു. പക്ഷെ ഹനുമാന്റെ നാമം തുടർച്ചയായി ജപിച്ചപ്പോൾ ഞാൻ ആ ബന്ധനത്തിൽ നിന്നും മോചിതനാകുന്നത് പോലെ എനിക്ക് തോന്നി. അതായത് എൻ്റെ കാലുകളിൽ ഇപ്പോൾ അദൃശ്യമായ ശക്തിയൊന്നും എനിക്ക് അനുഭവപ്പെട്ടില്ല. ഹനുമാൻ ചാലീസ ജപിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ തുടങ്ങി. ഓടുമ്പോൾ ഞാനൊരു വഴി കണ്ടു. അത് പുഴയിൽ നിന്നും മുകളിലേക്ക് പോകുന്നതായിരുന്നു. അതായത് എൻ്റെ ട്രക്ക് നിർത്തിയിരിക്കുന്ന പാലത്തിലേക്ക്. സമയം കളയാതെ എത്രയും വേഗം ഞാൻ ആ വഴിയിലൂടെ മുകളിലേക്ക് ഓടി. ഞാൻ മുകളിലേക്ക് ഓടുമ്പോൾ എൻ്റെ പിന്നിൽ നിന്നും വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ ആ സ്ത്രീയുടെ നിലവിളിയും ചിലപ്പോൾ ആ കുട്ടിയുടെ കരച്ചിലും കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ശബ്ദങ്ങളെല്ലാം അവഗണിച്ച് ഞാൻ ആ വഴിയിലൂടെ മുകളിലേക്ക് ഓടിക്കൊണ്ടേയിരുന്നു. കുറച്ചു ദൂരം ഓടിയപ്പോൾ ഞാൻ ആ പാലത്തിലെത്തി. എന്നിട്ട് എത്രയും വേഗം എൻ്റെ ട്രക്കിൽ കയറി. പാലത്തിലിപ്പോൾ കുറച്ചു മുമ്പ് കരഞ്ഞുകൊണ്ടിരുന്ന കുട്ടിയൊന്നും ഞാൻ കണ്ടില്ല. ഒരു കാര്യം ഉറപ്പായിരുന്നു, ദൈവനാമം ജപിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ സുരക്ഷിതമായി എൻ്റെ ട്രക്കിലെത്തിയത്. ഇപ്പോൾ ഒരു നിമിഷം പോലും വൈകാതെ
ഞാൻ ഹനുമാൻ ചാലിസ വീണ്ടും ചൊല്ലി ട്രക്ക് സ്റ്റാർട്ട് ചെയ്തു. ട്രക്ക് എളുപ്പത്തിൽ സ്റ്റാർട്ടായി. അതിനുശേഷം ഞാൻ വളരെ വേഗത്തിൽ അവിടെ നിന്നും രക്ഷപ്പെട്ടു. ട്രക്ക് വളരെ വേഗത്തിൽ ഓടിച്ചുകൊണ്ട് ഞാൻ മനസ്സിൽ ചിന്തിച്ചു, ഞാൻ ലിഫ്റ്റ് കൊടുത്ത ആ മനുഷ്യൻ പറഞ്ഞത് ശരിയായിരുന്നു. ഈ വഴി ശരിക്കും ശാപം കിട്ടിയതാണ്. ആ മനുഷ്യന്റെ വാക്ക് ഞാൻ കേട്ടിരുന്നെങ്കിൽ ഇന്നെനിക്കിത് സംഭവിക്കില്ലായിരുന്നു. ആ സമയത്ത് ഞാൻ ഭയം കാരണം കരയുകയാണ് ചെയ്തത്. ഒപ്പം ഈ കുറുക്കുവഴി തിരഞ്ഞെടുത്തതിന് എന്നെ തന്നെ ശപിക്കുകയും ചെയ്തു. അവിടെ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ എനിക്കൊരു സ്ത്രീയെ വീണ്ടും കാണാനായി. അവരെന്നോട് ലിഫ്റ്റ് ചോദിച്ചു. പക്ഷെ ഇത്തവണ ബ്രേക്ക് ചവിട്ടാതെ ഞാൻ മുന്നോട്ട് പോയി. കാരണം ഇതെല്ലാം വെറും മായയാണെന്ന് എനിക്ക് പൂർണ്ണമായും ഉറപ്പായി. ഞാൻ എവിടെയും ട്രക്ക് നിർത്തിയില്ല. ഞാൻ ആ സ്ത്രീക്ക് ലിഫ്റ്റ് കൊടുക്കാതെ മുന്നോട്ട് പോയപ്പോൾ എനിക്കൊരു വലിയ അലർച്ച കേട്ടു. ആ അലർച്ച വളരെ ഭീകരമായിരുന്നു. ആ അലർച്ച ആ കാട് മുഴുവനും മുഴങ്ങി. ആ അലർച്ച കേട്ട ഞാൻ ട്രക്കിന്റെ ഉള്ളിൽ വിറയ്ക്കുകയായിരുന്നു. ഞാൻ ദൈവനാമം വീണ്ടും ജപിച്ചു. ദൈവമേ, ഇനിയെങ്കിലും എന്നെ ആ ഗ്രാമത്തിൽ ജീവനോടെ എത്തിച്ചേക്കണമേ. ഞാൻ വാക്കു തരുന്നു, ഇനിയൊരിക്കലും കുറുക്കുവഴിക്ക് പിന്നാലെ പോകില്ല. കൂട്ടുകാരെ, ആ സ്ത്രീ പലതവണ എന്റെ വഴിയിൽ വന്നു. അവരുടെ കൂടെ ആ കുട്ടിയും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരുടെയും രൂപം പൂർണ്ണമായും മാറിയിരുന്നു. വളരെ ഭീകരമായിരുന്നു അവരെ കാണാൻ. പക്ഷേ ദൈവനാമം ജപിച്ച് ഞാൻ മുന്നോട്ട് പോയി. അങ്ങനെ എങ്ങനെയോ ഞാൻ സാധനം ഡെലിവറി ചെയ്യേണ്ട ഗ്രാമത്തിലെത്തി. ഗ്രാമത്തിലെത്തിയ ശേഷം ഞാൻ എൻ്റെ ട്രക്ക് ഒരു ഭാഗത്ത് പാർക്ക് ചെയ്തു. ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞു. കാരണം ഇന്ന് ദൈവം എന്നെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല. ആ രാത്രി മുഴുവനും ഞാൻ ട്രക്കിന്റെ ഉള്ളിൽ തന്നെയാണ് കഴിച്ചുകൂട്ടിയത്. ഗ്രാമത്തിലെത്തിയിട്ടും ട്രക്കിൽ നിന്നും പുറത്തിറങ്ങാൻ എനിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. ഭയം എന്നെ ഉള്ളിൽ വരെ പിടിച്ചുലച്ചു. പ്രേതങ്ങളെ വിശ്വസിക്കാത്ത മനുഷ്യനെന്ന ഭയം കാരണം വിറയ്ക്കുകയാണ്. രാവിലെ ആയ ഉടൻ തന്നെ ഞാൻ ആദ്യം സാധനം ഡെലിവറി ചെയ്തു. എന്നിട്ട് എത്രയും പെട്ടെന്ന് ആ ഗ്രാമത്തിൽ നിന്നും പോയി. ഈ സംഭവം നടന്നിട്ട് ഏകദേശം 15 വർഷത്തിലധികം കഴിഞ്ഞു. പക്ഷെ ഇന്നും ആ സംഭവം ഓർക്കുമ്പോൾ എൻ്റെ ശരീരം വിറയ്ക്കും, എൻ്റെ രോമം എഴുന്നേറ്റ് നിൽക്കും. നമ്മളെക്കാൾ മുതിർന്നവരുടെ വാക്കുകൾ നമ്മൾ എപ്പോഴും വിശ്വസിക്കണം. കാരണം അവർ പറയുന്നത് നമ്മുടെ നല്ലതിനു വേണ്ടി മാത്രമായിരിക്കും. അവർ നമ്മളെക്കാൾ കൂടുതൽ ലോകം കണ്ടിട്ടുണ്ട്. അവരുടെ അനുഭവം നമ്മളെക്കാൾ കൂടുതലായിരിക്കും. ഞാൻ ആ മനുഷ്യന്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ സംഭവം എനിക്കുണ്ടാകുമായിരുന്നില്ല. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ കഥ. ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും പുതിയ കഥയുമായി വരാം. ലവ് യു ഓൾ. ബൈ.